കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു സന്തോഷവാർത്ത. സംസ്ഥാനത്ത് ശമ്പള പരിഷ്കരണ നടപടികൾക്ക് വേഗം കൂടുന്നു. പതിവ് രീതികളിൽ നിന്ന് മാറി ഇത്തവണ ശമ്പള കമ്മീഷൻ പകരം പ്രത്യേക സമിതിയെ നിയോഗിക്കാനാണ് സർക്കാർ നീക്കം. എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ? ആർക്കൊക്കെയാണ് ഇതിന്റെ ഗുണം ലഭിക്കുക? വിശദമായ വിവരങ്ങളിലേക്ക്. സാധാരണയായി 5 വർഷത്തിലൊരിക്കലാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കാറുള്ളത്. ഇതിനായി റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ശമ്പള കമ്മീഷനെ നിയമിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇക്കുറി ആ രീതി വേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. പകരം ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു സമിതിയെ വെച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ആലോചന. ഇതുവഴി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും ചെലവ് കുറയ്ക്കാനും സർക്കാരിന് സാധിക്കും. നിലവിലെ സാമ്പത്തിക സാഹചര്യം പരിഗണിച്ചും ശമ്പള പരിഷ്കരണം വൈകാതിരിക്കാനുമാണ് ഈ നീക്കം. ശമ്പളത്തോടൊപ്പം തന്നെ വിവിധ അലവൻസുകളിലും വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ കാലാവധി 2026 ജൂലൈയിൽ അവസാനിക്കാനിരിക്കെയാണ് 12ാം പരിഷ്കരണത്തിനുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ സജീവമായിരിക്കുന്നത്. പെൻഷൻകാർക്കും ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ശമ്പള കമ്മീഷൻ പകരം സമിതി വരുമ്പോൾ നടപടികൾ കൂടുതൽ ലളിതമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിവിധ ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച നടത്തിയായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക. ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട പരാതികൾക്കും ഈ സമിതിയിലൂടെ പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. ശമ്പള വർധനവ് എന്നു മുതൽ നടപ്പിലാകും എന്നതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെയുണ്ടാകും. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാർക്കും ഒരുപോലെ ഗുണകരമാകുന്ന ഈ നീക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.